ഹായ്. സൗണ്ടില്ല കേട്ടോ ഒന്നാമത്. പനി മാറി ഇങ്ങനെ സൗണ്ട് ശരിയായി വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ പൊരിച്ചപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ച് മുളക് പൊടിയും നിങ്ങളെങ്ങനെ എത്രയും ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് മുളക് പൊടി എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ഉപയോഗിച്ചത് പിരിയമുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട്, കാശ്മീരി. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടത്. അതും പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ അതിലോട്ട് വയ്ക്കുക. വിനാഗിരി ഒഴിച്ചാൽ നമ്മൾ മീൻ വറുക്കുന്നതിലും ചിക്കൻ പൊരിക്കുന്നതിലൊക്കെ കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ ഒരു പുളിപ്പിൻ്റെ ടേസ്റ്റ് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറ. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരിക. അതിന് ശേഷം അതിൽ അടിച്ച് വന്നതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ, അതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് ഞാൻ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് രണ്ട് കൈ കൊണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടതിന് ശേഷം കേട്ടോ ഇടുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അതിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഉപ്പ് കുറവാണ്, ഉപ്പ് പാകത്തിന് ഇടുക. എന്നിട്ട് അതൊന്ന് മിക്സാക്കി എല്ലാം ഒന്ന് മിക്സാക്കുക. അത് മസാലയൊക്കെ ഒന്നാക്കി മിക്സാക്കിയ ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ഉണ്ട്. ഞാനൊരു സ്പൂണ്, ഒരു 1.5 സ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് വെക്കുക. എന്നിട്ട് കോൺഫ്ലവർ എടുത്ത് നല്ല മിക്സ് ചെയ്യുക. നല്ല യോജിപ്പിച്ച് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ലേസ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ വയനാട്ടിൽ പോയിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ലേസ് വാങ്ങിയിരുന്നു. അപ്പോൾ ഏട്ടന് വേണമെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തു. പിന്നെ അപ്പം എനിക്കൊന്ന് തന്നു. അത് കഴിഞ്ഞ് അമ്മ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒന്ന് എടുത്തു കൊടുത്തേ. അപ്പോൾ പിന്നെ അമ്മ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ താന്ന് പറഞ്ഞ് മേടിച്ചതാണ് ഏട്ടൻ. അത് തിന്നണ്ടാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തന്നു. പിന്നെ അങ്ങോട്ട് തന്നെ മേടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഓയിലാണോ വെളിച്ചെണ്ണയാണോ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് കേട്ടോ. അങ്ങനെ ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് മസാല തേച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക, ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനെല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ. എല്ലാം ഇട്ട് കൊടുക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വീഡിയോ എടുക്കുന്നതും എല്ലാം ചെയ്യണതും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചങ്ങ് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് പിന്നെ എല്ലാം വെച്ചതിന് ശേഷം കേട്ടോ വീഡിയോ എടുത്തത്. അങ്ങനെ ഞാൻ ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിടാൻ ഇങ്ങനെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, വേഗം തന്നെ ആവുന്നുണ്ട്. ഞങ്ങൾ ചോറിനാൻ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ആക്കാൻ നോക്കിയതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് എവിടെയും പോകാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെറിയ ഉള്ളി ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണേ എല്ലാവരും. അങ്ങനെ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇന്ന് ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റായിരുന്നേ. അപ്പോൾ വേഗം കഴിക്കാൻ തന്നെ നോക്കുമായിരുന്നു. പിന്നെ ചോറിന് ഇന്ന് കുമ്പളവും തക്കാളിയും കറി ഉണ്ടായിരുന്നു. കുറച്ച് കൂണ് കിട്ടിയിരുന്നു പറമ്പിൽ നിന്ന്, അതുണ്ടായിരുന്നു. ബീട്രൂട്ട് തോരനും ഉണ്ടായിരുന്നു. ഈ ചിക്കൻ ഫ്രൈ ആയിരുന്നു.